നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ഗൈഡൻസ് മെസ്സേജ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ കണ്ടോളൂ. അതിൽ ഞാൻ നമ്മുടെ ചെറിയൊരു ഗ്രൂപ്പായിട്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പ്ലാൻ പറഞ്ഞിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സർപ്രൈസ് ഉണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ആ ഒരു മീറ്റിങ്ങിന് ശേഷം ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും എന്താണ് സർപ്രൈസ് എന്ന്. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം, ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഡിസ്കഷൻ കൊണ്ടുവരാനുള്ള ആൻഡ് അതിൻ്റെ നിങ്ങളത് പറയുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ എനിക്ക് പേഴ്സണലി നിങ്ങളെല്ലാവരും മെസ്സേജ് ഇടാറുണ്ട്. ഓക്കെ, പേഴ്സണലി മെസ്സേജ് ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരുടെ അടുത്തും അത്രത്തോളം എത്താൻ പറ്റിയെന്ന് വരില്ല. സോ ഇത് ഗ്രൂപ്പായിട്ട് വെക്കുമ്പോൾ നമ്മൾ ഒന്നാമത് മറ്റുള്ളവരുടെ ചില പ്രശ്നങ്ങൾ കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ചായിട്ട് വരും. ഓക്കെ, ചില കാര്യങ്ങൾ അവരോട് പറയുന്നത് പോലും നിങ്ങൾക്കും അത് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആവും. സോ എല്ലാവരും അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് വേറെ കുറച്ചുകൂടി ഇതുണ്ടാവും. സോ അതുകൊണ്ടാണ് എനിവേ ഇപ്പോൾ ഞാൻ ചെറിയ ഗ്രൂപ്പ് വെച്ച് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ ഒരു സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് ഒരുപാട് നീണ്ടു പോകും, നമ്മുടെ ഡിസ്കഷൻ കഴിയില്ല. ആൻഡ് എനിക്ക് കുറച്ച് സമയം തരാനും പറ്റുള്ളൂ, അതുകൊണ്ടാണ്. സോ അങ്ങനെ ഒരു സെഷനാണ് ഇപ്പോൾ പ്ലാന്. ഓക്കെ, അപ്പോൾ അതിൽ ടാരോ എടുക്കും ഞാൻ, കുറച്ച് ടാരോസൊക്കെ. ഇപ്പം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് പോലെ ചെയ്തു തരില്ല, പക്ഷേ ഗൈഡ് ചെയ്ത് തരും ഞാൻ തീർച്ചയായിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ, മുന്നോട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അങ്ങനെ ഒരു ഗൈഡൻസ് ആയിട്ടായിരിക്കും. ഓക്കെ, ആൻഡ് താല്പര്യമുള്ളവർ പേഴ്സണൽ റീഡിങ്ങും ഉണ്ട്, പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടവരും കോൺടാക്ട് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ എടുക്കുന്നത് യു വേഴ്സസ് തേർഡ് പാർട്ടി നോക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട് എന്ന് ഉറപ്പുള്ളവരെയാണ് നമ്മൾ നോക്കുന്നത്. യു വേഴ്സസ് തേർഡ് പാർട്ടി, അതായത് പേഴ്സണ് നിങ്ങളോട് എന്ത് തോന്നുന്നു, തേർഡ് പാർട്ടിയോട് എന്ത് തോന്നുന്നു, നമുക്ക് രണ്ടും നോക്കാം. ഓക്കെ, സോ ഐ തിങ്ക് ഈ ഡെക്ക് ഞാൻ നിങ്ങൾക്ക് വെക്കാം, എന്തായാലും എടുത്ത സ്ഥിതിക്ക്. ആൻഡ് ഇത് ഈ 2 ഡെക്കായിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോടും തേർഡ് പാർട്ടിയോടും. നമുക്ക് ആദ്യം നിങ്ങളെക്കുറിച്ച് എടുത്തേക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തേർഡ് പാർട്ടിയുടെ നോക്കാം. പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് അവർ മുന്നോട്ട് എന്തായിരിക്കും എന്നുള്ളത്, തേർഡ് പാർട്ടിയുമായിട്ട് എന്തായിരിക്കും, നിങ്ങളുമായിട്ട് എന്തായിരിക്കും. അഡ്വൈസ് കാർഡ് ഞാൻ വെച്ചില്ല, തിങ്കിങ് ഏതാ വേണ്ടെന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. തൽക്കാലം ഇതെടുത്തേക്കാം. നിങ്ങൾ തമ്മിൽ എനിക്കൊരു ജസ്റ്റ് ഒരു അഡ്വൈസ് ആയിട്ട് പറയാം. ഓക്കെ, ആദ്യം നിങ്ങളോടുള്ള ഫീലിങ്സ്. ഓക്കെ, പേഴ്സണിന് നിങ്ങളോടുള്ള ഫീലിങ്സും നിങ്ങളുമായിട്ട് മുന്നോട്ട് എന്താണ് എന്നുള്ളത് നോക്കാം. ലെറ്റ്സ് സീ. വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള വ്യക്തി. ഓക്കെ, ആ പേഴ്സൺ, അതിപ്പോൾ ലേഡീസ് ആവാം ജെൻസ് ആവാം, മാറ്റിയെടുത്തോളൂ. ഓക്കെ, സോ ഇവിടെ അവരുടെ ഫീലിങ്സ് നമ്മുടെ വ്യൂവേഴ്സിനോട് എന്താണ്, പേഴ്സണിൻ്റെ ഫീലിങ്സ്. 3 of Pentacles, King of Swords, 4 of Pentacles, 5 ഇത് ശരിക്കും ഗൈഡൻസ് മെസ്സേജ് വന്ന പോലെ ഉണ്ട് ഇവിടെ. 8 of Wands, 9 of Swords ഉണ്ട് ഇവിടെ ബോട്ടം, ആൻഡ് കിങ് ഓഫ് കപ്പ്. ആക്ച്വലി വാവ്, സീരിയസ്ലി ശരിക്കും ഗൈഡൻസ് വേണമെങ്കിൽ ഒന്ന് കണ്ടോളൂ. ഐ തിങ്ക് എവിടെയോ അത് തന്നെ വന്ന പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, കിങ് ഓഫ് കപ്സ് എനർജി ഉണ്ട് ഇവിടെ, 9 of Cups ഉണ്ട്. സി, നിങ്ങളുടെ പേഴ്സൺ ഡെവിൾ കാർഡ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 9 of Cups ഉണ്ട് ഇവിടെ നമുക്ക്. സോ നിങ്ങൾ അവരുടെ ലൈഫിൽ ഓക്കെ ഒരു സന്തോഷം കൊണ്ടുവരുന്ന വ്യക്തികളാണ്. നിങ്ങളോട് ഒരുപാട് അവർക്ക് സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആൻഡ് ഇതിൽ ഒരു പ്രശ്നം കാണുന്നത്, പക്ഷേ ഈ കിങ് ഓഫ് കപ്സ് നമ്മൾ പറയുന്നത് എപ്പോഴും ഒരല്പം അവർ ഈ ഇമോഷൻസ് ഒട്ടും ഓപ്പണായിട്ട് പറയാത്ത വ്യക്തികളായിരിക്കും. അവർ പ്രവൃത്തിയിൽ ചിലപ്പോൾ കാണിച്ചു എന്ന് വരാം. ഓക്കെ, ചിലപ്പോൾ അത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. പ്രവൃത്തിയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് കിങ് ഓഫ് സോഡ്സ് എനർജി ആയിരിക്കും. അതായത് നിങ്ങൾക്ക് തോന്നുന്നത് അവർക്ക് തീരെയും ഇഷ്ടം പറഞ്ഞ സാധനമില്ല. ഓക്കെ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്ത് സംസാരിക്കുക, നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക, ഇറിറ്റേറ്റ് ആവുക, അങ്ങനെ പല കാര്യങ്ങളായിരിക്കും നിങ്ങൾ മുമ്പിൽ കാണുന്നത്. ഓക്കെ, ഒട്ടും നിങ്ങളെ വേണ്ട എന്ന രീതിക്ക് ബിഹേവ് ചെയ്യുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാം. ബട്ട് ഇവിടെ കുറച്ച് പേർക്ക് തോന്നാം നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു തോന്നാം. ഓക്കെ, കുറച്ച് പേർക്ക് പേഴ്സൺ എപ്പോഴും സംസാരിച്ച് വന്ന ഉടനെ ലൈക്ക് വഴക്കിടുന്ന പോലെ ആയിരിക്കും നിങ്ങൾ തമ്മിൽ. സോ ആ രീതിക്കാണ്. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഇവിടെ. 9 of Swords ആണ്, ഒന്നുകൂടി കൺഫേം ചെയ്താൽ. ഓക്കെ, സോ ഇവിടെ 9 of Swords ബോട്ടം ഉണ്ട്. സോ ഇവിടെ 9 of Swords പറയുമ്പോൾ ഒരു തരം നമ്മൾ പറയില്ലേ, മനസ്സിൽ അവർക്ക് ഒരുപാട്
നെഗറ്റീവ് തിങ്കിങ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അവരൊരുപാട് ആലോചിച്ച് കൂട്ടുന്ന ഓവർ തിങ്കിങ്ങിൻ്റെ ആൾക്കാരാണ് അവർ, ഏറ്റവും മെയിൻ ആൾക്കാരാണ്. ഇപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും കേട്ടോ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ പാർട്ട്ണർ ആര് തന്നെ ആയാലും അവർ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അവരൊരുപാട് ചിന്തിച്ച് കൂട്ടുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. പല കാര്യങ്ങളും ലൈക്ക് മേ ബി നിങ്ങളെ നഷ്ടപ്പെടുമെന്നായിരിക്കാം, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ എന്താവുമെന്നായിരിക്കാം. സോ അങ്ങനെ പലതും ആലോചിച്ച് അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ട്. രാത്രി നമ്മൾ പറയാം ഓക്കെ, കുറച്ച് പേർക്ക് കുറ്റബോധം എന്ന രീതി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മേ ബി അവർക്കൊരു റിഗ്രറ്റ് ഉണ്ട്. മേ ബി നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവർ വേദനിപ്പിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കുറ്റബോധം ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അതിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ ഒരു എന്തായാലും തേർഡ് പാർട്ടിയുടെ എനർജി ഇവിടെ എനിക്ക് വരുന്നുണ്ട്. ഇവിടെ പേഴ്സൺ മാരീഡ് എന്നൊരു എനർജിയും വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ആ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ മാരേജ് എന്ന മീൻസ് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ അവർക്ക് എവിടെയോ നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷെ അവരുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇവിടെ 4 ഓഫ് പെന്റിക്കിൾസ് ആൻഡ് 5 ഓഫ് പെന്റിക്കിൾസ് നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലേ ഒട്ടും. ഓക്കെ, അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ പിടിച്ചു വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അവർക്ക് നല്ലോണം ഉണ്ട്. ചിലപ്പോൾ അതായിരിക്കാം ഞാൻ ഇവിടെ പറഞ്ഞത്. സോ മേ ബി അങ്ങനെ അവർക്ക് ആ ഒരു ഫീലിംഗ് അവരുടെ ഉള്ളിൽ ഒരുപാട് ടെൻഷൻ അവർക്ക് ഉണ്ടതായിരുന്നു, നിങ്ങളെ നഷ്ടപ്പെടും എന്ന രീതിക്ക്. അതൊന്നും പക്ഷേ പുറമേ കാണിക്കുന്നുണ്ടാവില്ല, അത് വേറെ. ഓക്കെ, ബട്ട് നിങ്ങളുമായിട്ട് ഒത്തു മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ആ തേർഡ് പാർട്ടി എനർജി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവർ തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ട് വരാനും ചിലപ്പോൾ പറ്റാത്ത ആൾക്കാരായിരിക്കാം. സോ ഒന്നിച്ച് എങ്ങനെയെങ്കിലും ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നിങ്ങളെ നഷ്ടപ്പെടാനും വയ്യ എന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങളെ ഒട്ടും ലൈക്ക് മേ ബി ഹോൾഡ് ബാക്ക് എനർജി നല്ലോണം വരുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. ഒരു തുറന്ന് പറയൽ, ഞാനത് ഓൾറെഡി പറഞ്ഞു, ഒരു തുറന്ന് എക്സ്പ്രസിങ് ഇത്തിരി കുറവാണ്. എല്ലാം മനസ്സിൽ വെച്ച് നടക്കുന്ന രീതിക്കാണ് കാണുന്നത്. സോ ഇവിടെ നമ്മൾ പറയില്ല, നമ്മുടെ ചില തിരിച്ചറിയാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ണൊക്കെ കെട്ടിയിട്ടുണ്ട്. ബട്ട് എന്തോ അവർക്കൊരു കയ്യിലുള്ളത് നമ്മൾ പറയില്ല, അത് നല്ലതാണെന്ന് അവർക്ക് അറിയാം, പക്ഷെ അതിനെ തിരിച്ചറിയാൻ അവർ ശ്രമിക്കുന്നില്ല എന്ന മട്ടിലാണ്. സോ നിങ്ങളെ വേണം എന്തായാലും വിട്ടുകളയാനും തയ്യാറല്ല. എൻ്റെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എനർജി ഉണ്ട്. എനിക്ക് കുറച്ച് പേർക്ക് നിങ്ങളെ കാണണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളെ മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഏറ്റവും വൺസ് നമ്മൾ പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്, റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. ബട്ട് എവിടെയോ ഈ ഒരു ഓവർ തിങ്കിങ്ങും ഈ കൺട്രോളിങ്ങും അല്ലെങ്കിൽ സിറ്റുവേഷൻസ് കാരണമായിരിക്കാം ഓക്കെ അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങൾ എന്ന രീതിക്ക് തന്നെയാണ്. ഓക്കെ, എൻ്റെ ഇതിൽ മുന്നോട്ട് എന്താണെന്ന് കൂടി നോക്കാം നമുക്ക്. നിങ്ങളുമായിട്ട് ഫീലിങ്സ് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാരേജ് എനർജി അല്ലെങ്കിൽ അവർ മാരീഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫാമിലി തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യമായിരിക്കാം. അതുകൊണ്ട് അവർ ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ഒരു ദേഷ്യം കാണിച്ചിട്ടൊക്കെ നിങ്ങളോട് നിൽക്കുന്ന പോലെ നിങ്ങളെ ശരിക്കും ഓക്കെ വേണം വെച്ച് അകറ്റാൻ ശ്രമിക്കുക. യെസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, വേണം വെച്ചൊരു അകറ്റാൻ ശ്രമിക്കുന്ന പോലെ. ഓക്കെ, നിങ്ങളുമായിട്ട് മുന്നോട്ട് എന്താണ് ഇവിടെ പിന്നെടുത്താൽ മതി. ഓക്കെ, ജസ്റ്റിസ്, വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 6 ഓഫ് പെന്റിക്കിൾസ്. സി അവർക്ക് ഇവിടെ എംപ്രസ്സും ഉണ്ട്. സോ ഇവിടെ നിങ്ങളുമായിട്ട് കുറച്ച് പേർക്ക് ക്വീൻ ഓഫ് കപ്സും ഉണ്ട്. മൈ ഗോഡ്, സി വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ് നിങ്ങളോട് വരുന്നത്. ഓക്കെ, ഇവിടെ എംപ്രസ് ആയിരുന്നു, ഇത് ക്വീൻ ഓഫ് കപ്സും ഉണ്ട്. നിങ്ങളോട് വളരെയധികം സ്നേഹം തന്നെയാണ് ഇവിടെ കൗണ്ടർ പാർട്സ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ കപ്പിളായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം വളരെ സ്ട്രോങ് തന്നെയാണ്. ഓക്കെ, സപ്പോസ് ഇപ്പം നിങ്ങളിവിടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടി കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും നിങ്ങളോട് തന്നെയാണ് സ്നേഹം. ഓക്കെ, ബട്ട് അവരൊരു പറയില്ലേ മേ ബി ഒരു വഴിതെറ്റി പോയ ലക്ഷണമായിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു കുറ്റബോധമായിരിക്കും ഞാൻ നേരത്തെ കണ്ടത്, അതായിരിക്കാം. ഓക്കെ, ഇവിടെ ജസ്റ്റിസ് പറയുന്നുണ്ട് നിങ്ങളോട് ന്യായമായത് ചെയ്യണം എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കും, മുന്നോട്ടുള്ള കാര്യം പറയും നമ്മൾ. സോ അവർ തിരിച്ചറിയും എന്നിട്ട് അവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിയും. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നുണ്ട് ഒരു കാലം മാറും ഓട്ടോമാറ്റിക്കലി, നോക്കിക്കോളൂ. ഓക്കെ, നിങ്ങളുടെ ഒരു സമയം തിരിഞ്ഞു വരും. ഇപ്പോൾ അവർ അകൽച്ചയിലാണെങ്കിൽ അടുപ്പം വരും. ആക്ച്വലി നിങ്ങൾക്ക് ഇതുവരെ അവർ ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല, നിങ്ങൾക്ക് ഇതുവരെ വേണ്ടത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നൊരു മാറ്റം വരും. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്ന അതാണ്, ഒരു സമയം മാറും. ഓക്കെ, അതായത് ഇപ്പം എന്താണോ അതിലൊരു മാറ്റം തീർച്ചയായിട്ടും വരും. ഓക്കെ, ഇത് മാത്രമല്ല ഇതിവിടെ യൂണിവേഴ്സായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയില്ലേ ഒരു സമയം എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല, അറിയാലോ, അങ്ങനെയാണ്. സോ യെസ്, നിങ്ങളുടെ സ്നേഹം അവർ തിരിച്ചറിയുന്ന പോലെയുണ്ട്. നിങ്ങൾ ഈവൻ മാരേജ് പോസിബിൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ അവർ തയ്യാറാണ്. അല്ല ഓൾറെഡി നിങ്ങൾ മാരീഡ് ആണെങ്കിലും അവർ വീണ്ടും നിങ്ങളുടെ അടുത്ത് കൂടുതൽ അടുപ്പമായിട്ട് വരും. ഓക്കെ, അവരുടെ ലൈഫിൽ നിങ്ങളെപ്പോലെ വേറെ ആരും ഇല്ല എന്തായാലും. തേർഡ് പാർട്ടിയൊന്നും അങ്ങനെ ഒരു മാറ്റർ അല്ല. ഓക്കെ, എന്തായാലും നമുക്ക് തേർഡ് പാർട്ടിയുടെ എടുക്കുന്നത് ഞാൻ പറയാം. ഇത് ഇപ്പോൾ എടുക്കേണ്ടിയിരുന്നില്ല, ബട്ട് ഞാൻ ഓർമ്മയില്ല, അത് എടുത്തുപോയി. ഇറ്റ്സ് ഓക്കെ. തേർഡ് പാർട്ടിയുമായിട്ടും എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. തേർഡ് പാർട്ടിയോട് പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്? ചാരിയറ്റ്. ഓക്കെ, 3 ഓഫ് പെന്റിക്കിൾസ് അവിടെയും വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയുടെ എനർജി സെയിം എനർജി റിപ്പീറ്റ് ആയിട്ടുണ്ട്. വേൾഡ് കാർഡ്, വാവ്, വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ വേൾഡ് കാർഡ് ഇവിടെ.
5 of, my god, 5 of Pentacles, okay, and 9 of Pentacles, 9 of Swords ഇവിടെയും വന്നു. ഓ മൈ ഗോഡ്, 8, ഷോ, വാവ്. എനിക്ക് സ്പീച്ച്ലെസ് ആയിപ്പോയി എന്ന് പറയില്ലേ, ഒന്നും എൻ്റെ ഇതായിപ്പോയി. ഞാൻ പെട്ടെന്ന് ഒരേ കാർഡ്സാണ് റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. വളരെ സിമിലർ എനർജിയാണ് വന്നിട്ടുള്ളത്. അത് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, ബട്ട് രണ്ടിലും വരുന്ന മീനിങ്സ് വേറെയാണ്. 1-2 കാർഡ് കൊണ്ട് തന്നെ റീഡിങ് മാറിപ്പോവും. ഓക്കെ, യെസ് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട്, വാവ്, സച്ച് എ ക്ലിയർ. ഇവിടെ പറയുന്നത് പേഴ്സൺ ആ തേർഡ് പാർട്ടിയിൽ നിന്ന് മാറാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയിൽ ഉണ്ടെങ്കിലും അവിടുന്ന് വിട്ട് മാറാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഓക്കെ, ഞാൻ നിൽക്കണോ പോണോ എന്ന് വീണ്ടും അവരുടെ മനസ്സിൽ ഒരേ ചിന്തയാണ് കയറി വരുന്നത്. ഓക്കെ, അവർക്ക് അതിൽ അവർക്ക് മനസ്സ് അവിടെ അല്ല അവരുടെ. ഓക്കെ, മനസ്സ് നിങ്ങളുടെ കൂടെ തന്നെയാണ്. കാരണം നമ്മളിവിടെ ഫീലിങ്സ് ഈ ഒരു കാർഡിന് ഇതിൽ വന്നില്ല എന്തായാലും. ഓക്കെ, സോ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് ഇവിടെ കാണുന്നത്. സോ അവർക്ക് ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ. ഒരു തേർഡ് പാർട്ടി ഉണ്ട്, മാരീഡ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് അവിടെ ഒരു എഫേർട്ട് ഇടുന്നതാണ്. 3 of Pentacles നിങ്ങളോടും കാണിക്കുന്നുണ്ട്, ഇവിടെയുണ്ട്. സോ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ അവരെങ്ങനെയെങ്കിലും എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് കാരണം അതിനുള്ള റീസൺ ഉണ്ട്. ഇവിടെ വേൾഡ് കാർഡ് ഉണ്ട്. ഓക്കെ, വേൾഡ് എന്ന് പറഞ്ഞാൽ എൻഡിങ് എന്നുള്ള രീതിക്ക് വരും. സോ എന്തെങ്കിലും ഇവിടെ അവരൊരു സ്റ്റെപ്പ് എടുത്താൽ ഇവിടെ നിന്നൊരു മാറൽ എന്തെങ്കിലും അവർക്ക് മാറാനാണ് ആഗ്രഹം. ഓക്കെ, കാരണം ഇവിടെ 9 of Pentacles നമ്മൾ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയും. അതായത് നമ്മൾ തനിച്ച് നിൽക്കുന്ന രീതിക്ക് ഒരു എനർജിയാണ്. അവർക്ക് വിട്ടുപോകണം എന്നാണ്. ഇതും ഒരു വിട്ടുപോകലിൻ്റെ കാർഡാണ്. നമ്മൾ ഒരാളെ വിട്ടുപോകുന്ന രീതിക്കാണ്, എന്തെങ്കിലും നമ്മൾ നഷ്ടപ്പെടുന്ന രീതിക്കാണ് ഇവിടെ പറയാം. ആൻഡ് അവർക്ക് ഇതിൽ നിന്ന് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തേർഡ് പാർട്ടിയിൽ നിന്ന് മാറണം എന്നാണ് അവരുടെ ആഗ്രഹം. ഓക്കെ, ബട്ട് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ സ്ട്രെസ് അഗൈൻ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നിങ്ങളുടെ കാര്യത്തിലും ഉണ്ടായിരുന്ന 9 of Swords ഇവിടെയുണ്ട്. സോ അവർ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും അടിക്കുന്നുണ്ട് ഈ സിറ്റുവേഷൻസിനെ ഓർത്തിട്ട് തന്നെ. അവരെ ഫാമിലിയെക്കുറിച്ച് ഓർത്തിട്ട്, നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് അവർക്ക് നല്ല ടെൻഷനുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് അവർ ഈ റിലേഷൻഷിപ്പ്, കാരണം ഇവിടെ പെൻറ്റിക്കിൾസ് ആണെന്ന് നിങ്ങളുടെ ഭാഗത്ത് ഫുൾ കുറേ കപ്സ് വന്നു. ഇവിടെ പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ബന്ധങ്ങൾ എന്നാണ്, പ്രാക്ടിക്കലായിട്ടൊരു ലൈഫ് എന്ന രീതിക്കാണ്. സോ മാരേജ് ചെയ്താൽ നമ്മൾ പരസ്പരം ടേക്ക് കെയർ ചെയ്യണം, ഫാമിലി നമ്മൾ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമല്ലോ. അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയില്ലേ, എൻ്റെ കടമയാണ് എന്നൊക്കെ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ അവർക്ക് കടമ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ എഫേർട്ട് ഇടുന്നതായിട്ട് എനിക്ക് അങ്ങനെ കാണാനില്ല. പക്ഷെ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവിടുന്ന് എങ്ങാനും അവർക്കത് എൻഡാക്കിയാൽ, ഇപ്പോൾ ആ റിലേഷൻഷിപ്പ് എൻഡായാൽ അല്ലെങ്കിൽ അവർ വിട്ടുപോയാൽ അവർക്ക് എന്തെങ്കിലും ലോസ് വരും. ഓക്കെ, ഇത് ലേഡീസിനാവാം കൂടുതലും, ജെൻസിനും പക്ഷെ വരാം. കാരണം ജെൻസ് ആകുമ്പോൾ അപ്പോൾ നമ്മൾ ഡൈവേഴ്സോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരും അല്ലേ, പണം കൊടുക്കേണ്ടി വരും ഒരുപാട്. ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ കോർട്ട് കേസ് കാര്യങ്ങൾ അല്ലേ, അങ്ങനത്തെയൊക്കെ വരും. ലേഡീസ് ആണെങ്കിലും അവരിപ്പോൾ സപ്പോസ് ഹസ്ബൻഡിനോ എന്തെങ്കിലും വിട്ടുമാറുകയാണെങ്കിൽ അവർക്കും കുറച്ച് ഫൈനാൻഷ്യലി ഒരു ഇൻസ്റ്റെബിലിറ്റി വരും. ഓക്കെ, അവരുടെ ലൈഫിൽ അവർക്ക് പണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇഷ്യൂസ് വരാം. സോ ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെയും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ 5 of Pentacles സെയിം കാര്യമായിരുന്നു. ഇവിടെ കാണുന്നത് അവിടുന്ന് വിട്ടു വന്നാൽ അവർക്ക് പല പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, അവർക്ക് ഫൈനാൻഷ്യലി ലോസ് വരാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. അവർ ശരിക്കും വിചാരിക്കുന്ന ഓക്കെ പോയാൽ പോട്ടെ, പൈസ പോയാലും പൊക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റെബിലിറ്റി പോയാലും പോട്ടെ, ഞാൻ തനിച്ച് നിൽക്കണം എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നത്. 9 and 9 ആണ്, എൻഡിങ് ആണ് കാണിക്കുന്നത്. 9 and 9 ആൻഡ് വേൾഡ് നമ്മളിവിടെ പറയുന്നത് എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന് പറയും. സോ അവർ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പലരും. പക്ഷേ ഐ തിങ്ക് അത്ര വേഗം എളുപ്പത്തിലൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന രീതി കാണാനില്ല. അതുകൊണ്ടായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ട്, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. സിറ്റുവേഷൻ എന്താവും, പ്രശ്നം വരുമോ, അങ്ങനെ വരുമോ, ഇത് എല്ലാം അവർ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, പക്ഷെ അവർക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചോയ്സസ് ആലോചിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിനൊരു സ്റ്റെപ്പ് എന്താ എടുക്കുക എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പേർക്ക് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, സോ ഫാമിലിയുടെ പ്രഷർ അല്ലെങ്കിൽ കുട്ടികൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം മേ ബി ഫാമിലി ഇടപെടുന്നുണ്ടാവും. അപ്പോൾ പറ്റില്ല, വിട്ടുപോകാൻ പറ്റില്ല എന്ന രീതിക്ക് ആവുന്നുണ്ടാവും. ശ്രമിച്ചാൽ പോലും ഐ തിങ്ക് അവിടുന്ന്, കാരണം ഇവിടെ ഹാങ്മാൻ ഉണ്ട്, കാണിക്കാൻ പറ്റില്ല കാർഡ്. ഹാങ്മാൻ ആണ്. സോ അവർ സാക്രിഫൈസ് ചെയ്യുന്ന പോലെയാണ്. അവനവനെ നമ്മൾ പറയില്ലേ, ഇങ്ങനെ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇതിൽ പറയാറ്. ഓക്കെ, സോ ഇവിടെ ആ പേഴ്സൺ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെയാണ്. അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, പല സിറ്റുവേഷൻസും അവരെ അവിടെ സ്റ്റക്കാക്കി നിർത്തുന്ന പോലെയാണ്. ആൻഡ് ഇതിൽ 7 of Swords കാണുന്നുണ്ട്. സോ യെസ്, അവർ ശരിക്കും പറഞ്ഞാൽ മെല്ലെ സാധിക്കുമെങ്കിൽ എങ്ങനെയെങ്കിലും അവിടുന്ന് അവോയ്ഡ് ചെയ്ത് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ എന്ന രീതിക്കൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് എനിക്ക്. സോ ഓവറോൾ എനർജി തേർഡ് പാർട്ടിയോട് യാതൊരു തരത്തിലും എനിക്ക് ഫീലിങ്സ് കാണാനില്ല. എക്സെപ്റ്റ് മേ ബി കുട്ടികളോ ഫാമിലി
ഫാമിലിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ അല്ലാതെ വേറൊരു തരത്തിലും ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് കാണാനില്ല തേർഡ് പാർട്ടിയുമായിട്ട്. ഓക്കെ, ഇവിടെ ഉണ്ടെങ്കിൽ ഓക്കെ, വേറെ കാര്യം കൂടി പറയാം. കുറച്ച് പേർക്ക് ഓൾറെഡി അവർ ഒരേ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരേ ഫാമിലി, നമ്മളിപ്പോൾ മാരീഡൊക്കെ ആണെങ്കിലും അവർ രണ്ടുപേര് രണ്ട് തലത്തിൽ ജീവിക്കുന്ന പോലെയാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന പോലെയാണ്. ഓക്കെ, അല്ലാതെ ഒരു ഫാമിലി അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി എനിക്ക് വരുന്നില്ല. സോ ഈ ഇടയ്ക്ക് വല്ലതും സംഭവിച്ചായിരിക്കാം മേ ബി. ഇത് നിങ്ങൾ ലോങ് ആയിട്ട് എപ്പോഴും റീഡിങ്സ് കാണുന്നവരാണെങ്കിൽ മേ ബി ഇപ്പം എന്തെങ്കിലും ഇടയിൽ സംഭവിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവർ തമ്മിലും ഒരു അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാത്ത രീതിക്കാണ് മേ ബി. പക്ഷേ അഗൈൻ ഫൈനാൻസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കൂടെ നിൽക്കുന്നവരുമായിരിക്കാം. ഓക്കെ, ആൻഡ് ഇതിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ, അവർ ന്യൂ ബിഗിനിങ് ഇവരുമായിട്ടല്ല, തേർഡ് പാർട്ടിയുമായിട്ടല്ല, ഡെഫിനറ്റ്ലി നോട്ട്. ഇവിടെ 8 of Wands ഇവിടെ നിങ്ങൾക്കും 8 of Wands ലാസ്റ്റ് വന്നിരുന്നു. നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, ഈ സിറ്റുവേഷനിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. 8 of Wands ഒരു പുതിയ തുടക്കം. അവർക്ക് ഇത് തനിച്ചുള്ള ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ അവർക്ക് തനിച്ച് നിന്ന് അല്ലെങ്കിൽ എൻ്റെ ലൈഫിനെ മാറ്റിയെടുക്കണം എന്നുള്ള രീതിക്ക്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇവർ തമ്മിൽ എന്താവും എന്നുള്ള കൂടി നോക്കാം. ഫ്യൂച്ചർ നിങ്ങളുടെ അടുത്ത പോലെ തേർഡ് പാർട്ടിയുമായിട്ട് ഫ്യൂച്ചർ എന്തായിരിക്കും? ടോട്ടലി വിട്ട് അവരെല്ലാം ഓടി വരുന്നു എന്ന് ഞാൻ പറയുന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് എനർജി ചെക്ക് ചെയ്യാം, എന്നാലും നോക്കാം നമുക്ക്. ലെറ്റ്സ് സീ. ഇതിപ്പോൾ ഓടി വരാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. നോക്കാം നമുക്ക് തേർഡ് പാർട്ടിയുമായിട്ട് ഫ്യൂച്ചറിലേക്ക് എന്താ കാണുന്നത്. ഹാങ്മാൻ. ഓക്കെ, ഞാനത് മറക്കേണ്ടി വരും. ഞാനത് മറക്കേണ്ടെന്ന് ചോദിച്ചാൽ നേരത്തെ കാണിക്കായിരുന്നു. ഓക്കെ, 2 of Cups ആൻഡ് എംപറർ. ഓക്കെ, സി വാവ്. ഇതെന്താണെന്ന് വെച്ചാൽ എന്താ പറയുക. ഓക്കെ, സി തേർഡ് പാർട്ടിയുമായിട്ട്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ, നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ, ആ തേർഡ് പാർട്ടി അട്രാക്ഷൻ കൊണ്ട് അവർ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെ പറയാം. ഓക്കെ, അവർ തേർഡ് പാർട്ടി അവരെ ഒരു ഏതെങ്കിലും രീതിയിൽ അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഒരു എനർജി ഉണ്ട്. പക്ഷേ അവിടെ ഫീലിങ്സ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ഫീലിങ്സ് ഉള്ളതായിട്ടൊന്നുമല്ല കാണുന്നത്. നിങ്ങളോടാണ് അഗൈൻ ഫീലിങ്സ് വരുന്നത്. ക്വീൻ ഓഫ് കപ്സ് അവിടെയും വന്നു ഇവിടെയും വന്നു. ഓക്കെ, നിങ്ങളോടാണ് അവർക്ക്, ഇത് നിങ്ങളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പേടിക്കണ്ട. ഓക്കെ, കാരണം നമ്മളെപ്പോഴും ഇമോഷണൽ സൈഡ് നിങ്ങളെയാണ് പറയാം. ഓക്കെ, നമ്മുടെ വ്യൂവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇമോഷണൽ കണക്ഷൻ നിങ്ങളോടാണ്, ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ എംപറർ എന്നുള്ള എനർജി, അതായത് ഞാൻ ഒരു ഹസ്ബൻഡാണ്, വൈഫാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഫാമിലിയുടെ മുമ്പിൽ, സൊസൈറ്റിയുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് പിടിച്ച് നിൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് അപ്പോൾ അവരൊരു പാർട്ട്ണർഷിപ്പിൽ അവർ നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, ഇവിടെ 2 of Cups നമ്മൾ സാധാരണ നമ്മളൊരു അടുപ്പം എന്നൊക്കെ പറയും, ബട്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതൊരു ജസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു എനർജിയാണ് കാണുന്നത്. കാരണം ഹാങ്മാൻ വീണ്ടും വന്നു. ഹാങ്മാൻ എന്ന് പറയുമ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അവരതിൽ ജസ്റ്റ് നിൽക്കുന്ന പോലെയാണ്. അതായത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇമോഷണൽ കണക്ഷൻ ഒന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്യണം, എൻ്റെ ചെയ്യേണ്ട ചുമതലയാണ്, ഞാൻ നോക്കണം അവരെ. എനിക്ക് പെട്ടെന്ന് വിട്ടുവരാൻ പറ്റില്ല. അല്ലെങ്കിൽ സൊസൈറ്റിയിൽ മറ്റുള്ളവർ എന്നെ എന്ത് പറയും, ഞാനിത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്ത് പറയും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ആ സ്ഥാനമാനങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം. സോ അതൊക്കെ കാരണം അവർ അവിടെ പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ഫ്യൂച്ചറിലേക്കും ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു അവസരം ആയിട്ടില്ല, സമയമായിട്ടില്ല എന്തായാലും. ഇവിടെ ഹാങ്മാൻ എന്ന് പറയുന്നുണ്ട്. സോ ഇപ്പോൾ സ്റ്റക്ക് എനർജിയാണ്. കുറച്ചുകൂടി ഇപ്പോൾ സമയം വലിയ അനക്കം എന്ന രീതിക്ക് എനിക്ക് കാണാനില്ല. പക്ഷേ യെസ്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിങ്ങളോട് ഫീലിങ്സ് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് വേണം എന്നുമുണ്ട്, അതും കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലും മുന്നോട്ട്, ആക്ച്വലി ഇവിടെ ഞാൻ 6 of Pentacles നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും ഓർമ്മയില്ല. നിങ്ങൾ തമ്മിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരും. എനിക്ക് കുറച്ചുകൂടി അവർ നിങ്ങളുടെ കാര്യത്തിലേക്ക് ഒരു ന്യായമായ രീതിയിൽ നിങ്ങളോട് അടുപ്പം കാണിച്ച് നിങ്ങൾക്കും വേണ്ട എഫേർട്ട് തരാൻ അവർ തയ്യാറാവുന്ന രീതിക്കാണ്. പക്ഷേ ഫാമിലി വിടുന്ന രീതിക്ക് എനിക്ക് കാണാം. ഇപ്പോൾ മാരീഡ് ആണെങ്കിൽ പ്രത്യേകിച്ചും വിടുന്ന രീതിക്ക് എനിക്ക് കാണാനില്ല. ഓക്കെ, പക്ഷേ നിങ്ങളോടുള്ള ഫീലിങ്സ് എപ്പോഴും അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോഴത്തെ എനർജി നിങ്ങളുടെ 2 കാറ്റഗറിയിലും അതാണ് എനിക്ക് വരുന്നത്. നമുക്ക് അഡ്വൈസ് ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളിതിൽ എന്ത് പ്രതീക്ഷ വയ്ക്കണം എന്നോ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആണ്, എന്താ ചെയ്യാം അല്ലേ? നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇവിടെ എന്താ പറയുന്നത് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണ് ഇവിടെ? ഹീലിംഗ് ഹാർട്ട് കാണുന്നുണ്ട്, ബുക്ക് ഓഫ് ഫേസ്, അഡിക്ഷൻ, കോഡിപെൻഡൻസി, ഡെത്ത് കാണുന്നുണ്ട്, സൺഗ്ലാസസ് നോട്ട് ടുഡേ. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഡീൽ ചെയ്യാൻ അഗൈൻ കുറച്ചൊരു ഡിസ്റ്റൻസ് എനിക്ക് കാണുന്നുണ്ട്. അവർ നിങ്ങളോട് തുറന്ന സംസാരം ഉണ്ടാവില്ല. കാരണം അവർക്ക് ഇപ്പോഴും ഒന്നും ഓപ്പണായിട്ട് അവർ പറയാൻ റെഡിയല്ല, അതാണ് മെയിൻ പ്രശ്നം. സോ അതുകൊണ്ട് ബൗണ്ടറി വെക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ലേശം. നിങ്ങൾ തമ്മിലുള്ള സംസാരങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണ് പേഴ്സൺ. ഓക്കെ, ഒന്ന് മാറി നിൽക്കുന്ന പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡീൽ ചെയ്യാൻ വയ്യ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് എക്സ്പ്ലനേഷൻ തരും, നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പ്രോമിസ് തരാനും വയ്യ, വാക്ക് തരാനും വയ്യ, എന്നാലോട്ട് വിട്ടുപോകാനും വിട്ട് കളയാനും പറ്റുന്നില്ല. സോ അങ്ങനെ അതുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തൽക്കാലം അതിനൊക്കെ അവോയ്ഡ് ചെയ്ത് നടക്കുകയാണ്, സംസാരങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുകയാണ്. ബട്ട് ഇവിടെ ഹീലിംഗ് ഹാർട്ട് ഉണ്ട്.
കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ. ഓക്കെ, അവിടെ ഡെത്ത് എനർജി ഉണ്ടായിരുന്നു. സോ മേ ബി നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച, സെപ്പറേഷൻ എന്തെങ്കിലും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ബൗണ്ടറി വെച്ച് നിൽക്കുന്നു, നിങ്ങൾ ബ്ലോക്ക് ചെയ്തു, മാറി നിൽക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, നിങ്ങൾ നല്ലോണം വാച്ച് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് എല്ലാവരും കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് എൻഡായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ബട്ട് എൻഡിങ് അല്ല. ഓക്കെ, ഐ എം വെരി ഷുവർ എൻഡിങ് അല്ല. ഇത് ഡെത്ത് ആൻഡ് നമ്മളൊരു റീബർത്ത് എന്ന് പറയും. ഓക്കെ, സോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇല്ല അവസാനിച്ചു എന്ന്. ഓക്കെ, കുറച്ച് പേർക്ക് സപ്പോസ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ സെപ്പറേറ്റ് നീ വേണ്ട എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ഇത് അങ്ങനെ ഫുള്ളി എൻഡാണെന്ന് നിങ്ങൾ കരുതണ്ട. തിരിച്ച് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഹീലിംഗ് ഹാർട്ട് ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ തിരിച്ച് ആൾ വന്ന് അല്ലെങ്കിൽ പേഴ്സൺ വന്ന് സംസാരിച്ച് നിങ്ങൾക്ക് ഒരു മനസ്സിലുള്ള ഭാരങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങളൊന്നും മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ പോക്കർ ഫേസ് പറയുമ്പോൾ നിങ്ങളോടൊന്നും തുറന്ന് പറയുന്നില്ല. ഓക്കെ, അവർ ഫീലിങ്സ് വല്ലാതെ മറച്ചു വെക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അഡിക്ഷൻ എന്ന് പറയുന്നുണ്ട്. സോ ഇത് ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. അതിപ്പോൾ തേർഡ് പാർട്ടി മാരീഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഇടപാടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ തേർഡ് പാർട്ടി അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതായിരിക്കാം. സോ അങ്ങനെ ഒരു എനർജി അവിടെ ഉണ്ട്. അവിടെ എപ്പോഴും ചെറിയൊരു ടോക്സിറ്റി ഉണ്ട് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഭാഗത്ത്. സോ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അതായത് അതിൽ നിന്ന് വിട്ട് വരാൻ അത്ര എളുപ്പമല്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഒരു കാർഡ് കൂടി നിങ്ങൾക്ക്, ഫൈനൽ കാർഡ് നിങ്ങൾ തമ്മിൽ യൂണിവേഴ്സ് എന്താ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസായിട്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻ യൂണിവേഴ്സ് എന്താ പറയുന്നത്. അബണ്ടൻസ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് ഇൻട്രസ്റ്റഡ് ഇൻ യു. നിങ്ങളെ അവർക്ക് വേണം എന്തായാലും, അതൊക്കെ ആവശ്യമുണ്ട്. നിങ്ങളെ വിട്ടുപോകുന്ന രീതിക്കൊന്നും അല്ല. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സെപ്പറേഷനായിട്ട് എടുത്തോളൂ. പക്ഷേ അഗൈൻ തേർഡ് പാർട്ടിയോ ആയിട്ടും പൂർണ്ണമായിട്ട് വിട്ടോ എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ സ്വീകരിക്കുക തിരിച്ച്. ദാറ്റ്സ് അപ് ടു യു. അല്ല, ഇപ്പോൾ സപ്പോസ് അവർ മാരീഡ് ആണെങ്കിൽ അഗൈൻ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് ചിന്തിക്കുക. ഇവിടെ അബണ്ടൻസ് കാണുന്നുണ്ട്. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളുടെ ജോലി കരിയറിലൊക്കെ കോൺസെൻട്രേഷൻ കൊടുക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. യൂണിവേഴ്സിനോട് എന്താണോ ഇപ്പോൾ യൂണിവേഴ്സ് തന്നിട്ടുള്ളത് അതിന് നിങ്ങളൊരു ബ്ലെസ്സിങ് ആയിട്ട് കണ്ട് ദൈവത്തിന് നന്ദി പറയാം. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യൂ. ഓക്കെ, പേഴ്സണുമായിട്ടും ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വറി ചെയ്യാതിരിക്കുക, ഒരുപാട് ടെൻഷൻ ആവാതിരിക്കുക. ഓക്കെ, സമാധാനമായിട്ടിരിക്കൂ. എല്ലാം നല്ലതിന് മാറ്റങ്ങൾ വരും. ഓക്കെ, ചേഞ്ചസ് വരും ഇവിടെ തീർച്ചയായിട്ടും. അതിന് യൂണിവേഴ്സായിട്ട് ഒരു സമയം എന്തായാലും കൊണ്ടുവരും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.